നമ്മൾ +1 കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിസ് ട്രാൻസ് ഐസോമേഴ്സ് ഓഫ് ദി ഫോളോയിങ് കോമൺ C2H5 CH3 ഡബിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് C2H5 ഈ കോമണിന് സിസ് ട്രാൻസ് ഐസോമേഴ്സ് വരയ്ക്കാനാണ്, അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഐസോമേഴ്സ് വരയ്ക്കാൻ പറഞ്ഞാലും സിസും ട്രാൻസും വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത് ഐസോമേഴ്സ് വിച്ച് ഡിഫർ ഇൻ ദി സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് എറൗണ്ട് എ C ഡബിൾ ബോണ്ട് C ബോണ്ട്. C ഡബിൾ ബോണ്ട് C ബോണ്ടിൻ്റെ ചുറ്റുമുള്ള ആറ്റങ്ങളോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിന് വരുന്ന വ്യത്യാസമാണ് നമ്മൾ ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് ടൈപ്സ് ഉണ്ട്, സിസ് ഐസോമർ ആൻഡ് ട്രാൻസ് ഐസോമർ. അപ്പോൾ ജോമെട്രിക് ഐസോമർ വരയ്ക്കാൻ പറഞ്ഞാലും സിസും ട്രാൻസും വരയ്ക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വരയ്ക്കാം C ഡബിൾ ബോണ്ട് C ആദ്യം വരയ്ക്കുക. ഓക്കെ, ഇനി സിസും ട്രാൻസും വേണം. അപ്പോൾ ഒരു സൈഡിൽ ഒരുപോലത്തെ ആൾക്കാർ വരയ്ക്കുക. അപ്പോൾ C2H5 അതുപോലെ തന്നെ ഇവിടെയും C2H5 തന്നെ വരയ്ക്കുക. C2H5 ഇവിടെ CH3 ഇവിടെയും CH3. ഇതാണ് സിസ് ഐസോമർ. സിസ് ഐസോമറാണിത്. ഇനി ട്രാൻസ് എങ്ങനെയായിരിക്കും? ഒരുപോലത്തെ ആൾക്കാർ ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് പൊസിഷനിലായിട്ട് വരുവാണെങ്കിൽ അതാണ് ട്രാൻസ്. അപ്പോൾ C ഡബിൾ ബോണ്ട് C ആദ്യം വരയ്ക്കുക. എന്നിട്ട് C2H5 ഇവിടെ വരയ്ക്കുക. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അടുത്തതും വരയ്ക്കുക. അപ്പം എന്താണ്, ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ അത് ഒരുപോലത്തെ ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ അത് ട്രാൻസ് ഐസോമർ. അപ്പം നോക്കുക, ഒരുപോലത്തെ രണ്ട് കോമ്പൗണ്ട്സ് C ഡബിൾ ബോണ്ട് Cക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെങ്കിൽ അപ്പം മാത്രമേ നമുക്ക് സിസും ട്രാൻസും വരയ്ക്കാൻ പറ്റത്തുള്ളൂ. CH3 CH3. ഓക്കെ, അപ്പം ഇതാണ് ട്രാൻസ് ഐസോമർ. ഇനി നോക്കാം. CC2 + 2H2 gives കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഈഥൈനുമാണ് കിട്ടുന്നത്. ഈഥൈൻ CH ട്രിപ്പിൾ ബോണ്ട് CH. ഓർത്തോളുക, CaCH2 കാൽഷ്യം കാർബൈഡും പ്ലസ് വാട്ടറും കൂടെ ചേരുമ്പോൾ കിട്ടുന്നത് ഈഥൈൻ ആയിരിക്കും. ഈഥൈൻ അല്ലെങ്കിൽ അസറ്റലൈൻ എന്നും പറയാം. ഓർത്തോളൂ, ഇതാണ് പ്രൊഡക്റ്റ് ഈഥൈൻ. ഓക്കെ, സെലക്ട് ദി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഫ്രം ദി ഫോളോയിങ്. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സിനെ സെലക്ട് ചെയ്യാനാണ്. NH2ഉം CH3 ആണ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഈ റിയാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. ബെൻസീനിൽ OH വന്ന ഫീനോളാണ്. അതിന് സിങ്കിൻ്റെ പ്രസൻസിൽ ഹീറ്റും ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൽ നിന്ന് CH3Cl അൺഹൈഡ്രസ് AlCl3യുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് B എന്താണെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ A എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഫീനോളിന് റിഡക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ OH പോവും, നമുക്ക് കിട്ടുന്നത് ബെൻസീൻ റിംഗ് ആയിരിക്കും. അപ്പോൾ Aയുടെ അവിടെ എന്താ കിട്ടുന്നത്? ബെൻസീൻ റിംഗ്. തല വെട്ടി മാറ്റുക, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇപ്പോൾ സിങ്കിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെൻസീൻ റിംഗ്. OH കളഞ്ഞ് അങ്ങ് എഴുതുക. ഇനിയും നമ്മൾ പഠിച്ചു CHClഉം അൺഹൈഡ്രസ് AlCl3യുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നു? ഈ CH3 കയറി ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? ബെൻസീൻ റിങ് വരയ്ക്കുക, അതിൻ്റെ മണ്ടയിൽ CH3. അതെന്താണ്? ടോളുവിൻ. ബെൻസീൻ റിങ്ങിൻ്റെ മണ്ടയിൽ CH3 വന്നാൽ അതെന്താണ്? ടോളുവിൻ. CH3. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ സിങ്ക് വെച്ച് ഫീനോളിനെ ട്രീറ്റ് ചെയ്താൽ ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ്
ആണെങ്കിൽ നമുക്ക് എന്ത് സമയം തല വെട്ടി മാറ്റുക, ബെൻസീൻ റിംഗ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അതിനെ CH3Cl അൺഹൈഡ്രസ് AlCl3യുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബെൻസീൻ റിംഗിൽ CH3 വന്ന് ടോളുവീൻ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ പേരെന്താ? ടോളുവീൻ. ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് നോക്കാം, ബെൻസീൻ പ്ലസ് Cl2. ക്ലോറിൻ വെച്ച് ബെൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. അപ്പോൾ നമുക്ക് ക്ലോറോ ബെൻസീൻ ആയിരിക്കും കിട്ടുന്നത്. ബെൻസീൻ റിംഗ് വരയ്ക്കുക, Cl എഴുതുക, ക്ലോറോ ബെൻസീൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ബെൻസീനെ ക്ലോറിൻ്റെ പ്രസൻസിൽ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3യും ചേർത്ത് ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ക്ലോറോ ബെൻസീൻ ആയിരിക്കും. ഇതിൻ്റെ പേരെന്താ? ക്ലോറോ ബെൻസീൻ. ബെൻസീൻ റിങ്ങിൽ ഒരു ക്ലോറിൻ വരുന്നു, അത്രേ ഉള്ളൂ, ക്ലോറോ ബെൻസീൻ. ബെൻസീന് ഹൈഡ്രജനും നിക്കലിൻ്റെ പ്രസൻസിൽ അവയെ ഹീറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്നത് സൈക്ലോഹെക്സെയിൻ ആണ്. കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? സൈക്ലോഹെക്സെയിൻ. സൈക്ലോഹെക്സെയിൻ. അപ്പം ഇതിൻ്റെ പേരാണ് സൈക്ലോഹെക്സെയിൻ. ഇപ്പോൾ ബെൻസീൻ റിങ്ങിനെ നമ്മൾ ഹൈഡ്രജനും നിക്കലിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സൈക്ലോഹെക്സെയിൻ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. താങ്ക് യു.